അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ജോണി വാക്കറിന്റെ നിന്നും ഷീവ ശ്രീകളുടെ നിന്നും കൈ നീട്ടി വാങ്ങിച്ചിട്ടാണോ ഈ 78 കൊടുത്തത്? ആണോ? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ലിക്കറിന് ടാക്സ് കൂട്ടി ഏർപ്പെടുത്തി. ബക്കാടി കമ്പനിയുമായി ഏർപ്പെട്ടിട്ടാണ് മുഖ്യമന്ത്രി ഇത് ചെയ്തത്. എത്ര കിട്ടി അല്ലെ? ഞാൻ പറഞ്ഞുതരാം എത്ര കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഈ പരിപാടി തുടങ്ങിയെന്നറിയോ? അതായത് ഇപ്പൊ എനിക്കെതിരായിട്ട് പറഞ്ഞ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അന്ന് എക്സൈസ് മന്ത്രിയാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അന്നത്തെ എക്സൈസ് മന്ത്രി പറയാണ്, ബർക്കാടി ഇന്ത്യ, SDF ഇൻഡസ്ട്രീസ് എന്നിവ നൽകിയ അപേക്ഷകളും സമാനമായ മറ്റ് അപേക്ഷകളും ഒരുമിപ്പിച്ച് ഖണ്ഡികയിൽ പറഞ്ഞതു പ്രകാരം വീര്യം കുറഞ്ഞ മദ്യത്തിന് വ്യക്തമായ നിർവചനം നൽകി വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കുക. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ആരോപണം എന്താ? രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത്, ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഇറങ്ങിയാൽ ഇപ്പോഴും പറഞ്ഞു യുവതലമുറയെ മുഴുവൻ നശിപ്പിച്ചു കളയും, യുവതലമുറ ഇല്ലാതാവും. നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 31/3/2022 ആ സർക്കാരിന്റെ മദ്യനയം, അതിലെ ഐറ്റം 25 ഏത് LDF സർക്കാരിന്റെ ഉദയഭാനു കമ്മീഷന്റെ ശുപാർശയിൽ വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്ത് 20% വരെ വീര്യമുള്ള മദ്യം ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കും. തീരുമാനിച്ചാണ് കേട്ടാ. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. അതായത് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഇറങ്ങിയാൽ അപകടമാണ് എന്ന് പറഞ്ഞ സർക്കാരിന്റെ മദ്യനയം ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? മൂന്നാമത് അന്നത്തെ എക്സൈസ് മന്ത്രി ഇവിടെ പറഞ്ഞ ഉത്തരം, അസംബ്ലിയിൽ പറഞ്ഞ ഉത്തരം, ബക്കാടി ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനം അവരുടെ ഉൽപ്പന്നങ്ങളായ ബക്കാടി, ബ്രീസർ, ബക്കാടി പ്ലസ് എന്നീ ലഹരി പാനീയങ്ങൾ കേരളത്തിൽ വിൽപ്പന നടത്തുന്നതിന് അനുമതിക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു. ബക്കാടി ബ്രീസറിൽ 4.8 പ്ലസിൽ 8% ആൽക്കഹോൾ ആണ് അടങ്ങിയിരിക്കുന്നത്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഉരുളൊന്നും വേണ്ട ഇക്കാര്യമേ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 2022-23 വർഷത്തിലെ മദ്യനയത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രകാരം 0.5 മുതൽ 20 വരെയുള്ള ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള മദ്യം വിപണനം നടത്തുന്നതിന് വിദേശ മദ്യ ചട്ടത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഫോറിൻ ലിക്കർ റൂൾസിൽ അമെന്റ്മെന്റ് നടത്തി. ഫോറിൻ ലിക്കർ റൂൾസിൽ ചട്ടത്തിൽ അമെന്റ്മെന്റ് നടത്തി. എന്താ ഉറക്കം വരുന്നു. ഇനിയുണ്ട് രസകരമായ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ബക്കാടി ചോദിച്ചു, അത് ബിയറിനും വൈനിനും ഇടയ്ക്കുള്ള ഒരു സംഭവം. അപ്പോ ബിയറിന്റെ ടാക്സ് എന്ന് പറയുന്നത് 116%, വൈനിന്റേത് 86%. ഇതിന്റെ ഇടയിൽ ഒരു ടാക്സ്, അതിന്റെ നടപടി കൊടുത്തില്ല. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി. അല്ല കേക്ക്, ഞാൻ പറഞ്ഞില്ലല്ലോ, കൊടുത്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എല്ലാമായി അതിന്റെ നടപടിക്രമങ്ങൾ ഫയലായി. ഇലക്ഷൻ ആയതുകൊണ്ടാണ് കൊടുക്കായിരുന്നു. ഇനി കേട്ടോ അല്ലല്ല കേൾക്ക്. അല്ല, ഞാൻ ഇത് പറഞ്ഞു തീർന്നിട്ടേ ഇരിക്കുള്ളൂ. അങ്ങക്ക് വഴങ്ങുള്ളൂ. അങ്ങ് പ്രസംഗിക്കണ്ട, ഞാനാണ് പ്രസംഗിക്കുന്നത്. അല്ലല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. എന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അടുത്തത് ഈ 86-നും 116-നും ഇടയില് വെക്കണമെന്നാണ് പറഞ്ഞത്. നമ്മൾ എന്താ ചെയ്തത്? നമ്മുടെ മുമ്പിൽ ഈ ഫയൽ വന്നു. ഈ ഫയൽ ബജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് വന്നു. ശരവേഗം തീരുമാനം എടുത്തെന്നാണ്. വിവരമില്ലാത്ത ടൈലർമാരെ കൊണ്ട് നാട് നിറഞ്ഞു. ഞാൻ പറഞ്ഞത് സത്യമല്ലടോ. അതിങ്ങനെ ഓടിപ്പോയി 7 ഉദ്യോഗസ്ഥന്മാരെടുത്ത് പോയെന്ന് പറഞ്ഞു. ഇവിടെ ഒരു സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ടാക്സ് തീരുമാനിക്കുന്നത് തലേയാഴ്ചയാണ്. തലേ ദിവസം രാത്രിയാണ് ഫൈനലൈസ് ചെയ്യുന്നത്. ആണല്ലോ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. എന്നിട്ട് രാത്രി 1 മണി കഴിഞ്ഞിട്ടാണ് ടാക്സ് പോർഷൻ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ശരവേഗത്തിലാ പോണത്. കാരണം ഡിസിഷൻ വന്നാൽ ആ ഡിസിഷൻ എല്ലാവരും വേഗത്തിൽ കണ്ടിട്ട് എല്ലാ ടാക്സും തീരുമാനിക്കണം. അങ്ങനെ ധനകാര്യമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന് അറിയാം തീരുമാനിക്കുന്നത്. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. ശരവേഗം. അതായത് സാധാരണ ഈ അഴിമതിയിൽ പറയുമല്ലോ, ഭയങ്കര സ്പീഡായിരുന്നു. ഇത് കേരളത്തിലെ ഒരു ടാക്സ് നിശ്ചയിക്കാൻ ഫയല് പോകേണ്ടത് അങ്ങനെ തന്നെയാണ്. വേഗത്തിൽ പോയിട്ടാണ് രാത്രി 12 മണിക്ക് മുമ്പാണ് നമ്മൾ ഇത് ഫൈനലൈസ് ചെയ്ത് അവർക്ക് കൊടുത്ത് 1 മണിക്കാണ് ഇത് പ്രിന്റിങ്ങിന് പോകണം. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. ഇത് ഞങ്ങൾ എന്താ തീരുമാനിക്കാൻ കാര്യം? അവര് പറഞ്ഞ ഈ 86-നും 116-നും ഇടയിലല്ല നമ്മൾ വെച്ചു. നമ്മൾ 0.5 തൊട്ട് 10 വരെ 120% വെച്ചു. 10% മുതൽ 20% വരെ
175% വെച്ച് 175%. ഇതും ജോസിന്റെ കയ്യിൽ നിന്ന് പോയിട്ടാ സത്യം. മറ്റ് സംസ്ഥാനങ്ങളുടെ എല്ലാം ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ടാക്സ് പരിശോധിച്ചു. കേരളത്തിലാണ് ഈ വെച്ചിരിക്കുന്നതാണ് ഏറ്റവും കൂടിയ ടാക്സ്. ഏറ്റവും കൂടിയ ടാക്സ് കേരളത്തിലാണ്. ഏറ്റവും കൂടിയ ടാക്സ് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി, ഇപ്പോഴത്തെ അല്ല, അതിനേക്കാൾ മുമ്പുള്ള ധനകാര്യമന്ത്രി 2018-19 ഒരു ടാക്സ് അവതരിപ്പിച്ചു. പുതിയ ടാക്സ് എന്തിനാണെന്നറിയോ? ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ. ഇതിന്റെ ആൽക്കഹോളിക് കണ്ടന്റ് എന്ന് പറയുന്നത് 40% മുതൽ 60% വരെ. ഹൈ, നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിനേക്കാൾ കൂടുതൽ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള സാധനം. 2018-19 അന്ന് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന് 210% ടാക്സ് ആയിരുന്നപ്പോ ഇവരുടെ ഗവൺമെന്റ്, അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി, കൊണ്ടുവന്ന ടാക്സ് എത്രയാ? 78%. എന്നിട്ട് 2022-23 ഇപ്പോ 251% വരെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ. അപ്പോ ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്റെ ടാക്സ് എത്രയെന്നറിയോ? 115%. ബിയറിനേക്കാൾ താഴെ. ഇടിവെട്ടിയവരെ പിന്നെയും പാമ്പ് കടിച്ചോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ജോണി വാക്കറിന്റെ നിന്നും ഷീവാ ശ്രീകളുടെ നിന്നും കൈ നീട്ടി വാങ്ങിച്ചിട്ടാണോ ഈ 78 കൊടുത്തത്? ആണോ? അതാണ് ചോദ്യം. ജോണി വാക്കറിന്റെ നിന്നും ഷീവാസ് റീഗലിന്റെ നിന്നും കൈ നീട്ടി വാങ്ങിച്ചിട്ടാണോ 78%, 60% വരെ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള സാധനം മേടിച്ചത്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അത്രയേ ഉള്ളൂ. ഞാൻ ഇനി പറയാം, ഞങ്ങൾ എന്താന്ന് പറയാം. ഞാൻ തീർന്നിട്ടില്ല, ഞാൻ തീർന്നിട്ട് പറയാം. ഈ ഞങ്ങൾ ദൈനംദിന അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്ക് ഫയല് കൊണ്ടുകൊണ്ട് KPCC പോകില്ല. അത് മനസ്സിലായല്ല? പണ്ടത്തെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നപ്പോ ഫയല് ചുമന്നുകൊണ്ട് AKG സെന്ററിൽ പോയിരുന്നത് പോലെ ദൈനംദിന ഭരണത്തിൽ ഒറ്റ കോൺഗ്രസ് മന്ത്രി, ഒരു ഘടകകക്ഷിയുള്ള മന്ത്രി അവരുടെ പാർട്ടി ഓഫീസിലേക്ക് ഫയലുമായിട്ട് പോവില്ല. ടാക്സ് നിശ്ചയിക്കുന്ന ഫയലും ബാക്കിയുള്ള ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഫയലുമായിട്ട് പാർട്ടി ഓഫീസിൽ പോകുന്ന പരിപാടി മുഖ്യമന്ത്രി അറിയാതെ ഫയൽ അടിച്ചു മാറ്റി പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി അംഗീകാരം മേടിക്കുന്ന പരിപാടിയൊന്നും ഈ ഗവൺമെന്റിൽ ഉണ്ടാവില്ല. ഇനി വേറൊരു കാര്യം, മദ്യത്തിന്റെ വ്യാപനം അരുത്. ഈ സർക്കാർ നിങ്ങൾ നമ്മളോട് ഉപദേശിക്കുകയാണ്, മദ്യം വ്യാപിപ്പിക്കും. നീ ഒരക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. 28 ബാർ ഉണ്ടായിരുന്നു ശ്രീ പിണറായി വിജയൻ 2016 മുഖ്യമന്ത്രിയാവുമ്പോ. ഇപ്പൊ കേരളത്തിലെ ബാറിന്റെ എണ്ണത്ര 900 ചില്ലാൻ ബാറായി. കാരണം മദ്യവ്യാപനം തടയാൻ വേണ്ടിയിട്ട് 28 ബാറിൽ നിന്ന് 900 ചില്ലാൻ ബാറായിട്ട് വർദ്ധിപ്പിച്ചു. ബീവറേജ് കോർപ്പറേഷന്റെ അതെന്താ അറിയോ, ഇപ്പോഴത്തെ ബാറിൽ കൂൾ ഡ്രിങ്ക്സ് ആണ് വെക്കണത്. മനസ്സിലായില്ലേ? 28 ബാറിൽ നിന്ന് 900 ചില്ലാൻ ബാറാക്കി കേരളത്തിൽ മദ്യം ഒഴുക്കിയ ഒരു സർക്കാരിന്റെ പ്രതിനിധികൾ വന്ന് ഞങ്ങൾക്ക് ഉപദേശം നൽകുകയാണ്. മദ്യം വ്യാപിപ്പിക്കരുത്, മദ്യം വിഷമാണ്, മദ്യം വിഷമാണ്. ഇതൊക്കെ ഞങ്ങൾ ഇതിന്ന് അങ്ങനെയൊന്നും പറയാത്താണ്. പക്ഷേ എത്ര കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ലേ മറുപടി കൊടുക്കേണ്ടത്? മോശമായി പോയല്ലോ. അതിന് കണ്ടോ? ഇല്ല.